നമസ്കാരം. അപ്പോൾ ഇന്ത്യൻ 2 ഉലകനായകൻ കമലഹാസൻ, ശങ്കർ, AR റഹ്മാൻ, ക്ഷമിക്കണം, അനിരുദ്ധ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറെ എടുത്ത് മാറ്റിയതിന്റെ പേരിൽ ഒത്തിരി പ്രേക്ഷകർ ഇപ്പോൾ നിലവിൽ മുൻപോട്ട് വന്നിട്ടുണ്ട്. വളരെ വലിയൊരു പ്രതിഷേധം പോലെയാണ് ഈ AR റഹ്മാനെ എടുത്ത് മാറ്റിയതിന്റെ പേരിൽ ഒരു പ്രേക്ഷകൻ നമ്മളുടെ മീഡിയയോട് സംസാരിക്കുന്നത്. എന്താണ് ഈ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ഈ പാട്ട് പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റിടത്ത് വരെയല്ല ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കണേ. വളരെ മോശം. കാരണം അതിലുപരി നമ്മളെല്ലാം നെഞ്ചിലിട്ടുന്ന ഒരു ഗായകനും സംഗീത സംവിധായകനുമാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് വേറെ ആര് വെച്ചു? അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറെ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു നോക്കേണ്ടതാണ്. അത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ്. അനിരുദ്ധ് എന്ന് പറഞ്ഞ മ്യൂസിഷ്യൻ വെച്ചിരിക്കുന്നത് ആദ്യകാലത്ത്, അതായത് ഇന്ത്യൻ ഫസ്റ്റ് ആദ്യം ഇറങ്ങിയതിൽ ഒത്തിരി നല്ല നല്ല പാട്ടുകളും മ്യൂസിക്കും വേറെ റേഞ്ച് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാമചിന്ദ്ര ആ പാട്ടൊക്കെ എനിക്ക് കിട്ടുമോ? അവളുടെ പാട്ടുകൾ കിട്ടത്തില്ല. കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ ജീവനുള്ള പാട്ടുകളാണ്. ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ഇന്ത്യൻ ആദ്യ ഭാഗത്തെ എല്ലാ സോങ്ങുകൾക്കും ജീവൻ തുടിക്കുന്നു എന്നുള്ളതാണ്. ലെജൻഡറി ആണ്, കിങ് ഓഫ് മ്യൂസിക് എന്ന് പറയാം. ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനാണ് AR റഹ്മാൻ. അതിനെ കുറിച്ച് എന്താണ് ശരിക്കും ആഴത്തിൽ പറയാനുള്ളത്? ആഴത്തിൽ പറയുന്ന പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കാണാൻ, ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മിണ്ടാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാളാണ് അദ്ദേഹം, അല്ലെ? നല്ലൊരു മെമ്പറാണ്. കാരണം അദ്ദേഹം പാട്ടുകൾ എഴുതുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതമാണ്. അതിനൊപ്പം അദ്ദേഹം എഴുത്തുകാരനും കൂടിയാണ്. അതിനൊപ്പം തന്നെ മ്യൂസിക് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാം? മ്യൂസിക് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിച്ചാൽ തന്നെ, ഒരാളെ വെല്ലുവിളിച്ചാൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് ഇല്ല അല്ല അത് തന്നെ വെല്ലുവിളിച്ച മറ്റേ തോറ്റു പോകുള്ളൂ. മ്യൂസിക്കിൽ വെല്ലുവിളി എന്നുള്ള ഒരു കാര്യം വേണ്ട എന്നുള്ളതാണ് ഈ ഒരു പ്രേക്ഷകൻ മുഖത്തടിച്ചെടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അതുപോലെ നല്ല ഗാനങ്ങൾ സമ്മാനിക്കുന്നത് മലയാള യോധ, അതുപോലെ ഒരുപാട് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മലയാള സിനിമയിൽ വമ്പൻ ഹിറ്റായ യോധ, ലാലേട്ടന്റെ യോധ. പക്ഷെ എന്ന് വെച്ചാൽ ഇതില് അവസാനം ആടുജീവിതം. പക്ഷെ എനിക്കുണ്ടല്ലോ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 2-ലും ഇദ്ദേഹത്തെ തന്നെ ഉൾപ്പെടുത്തണമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ സംഗീതം നമ്മൾ മനസ്സിൽ കൊണ്ടുകിടക്കാണ്. ഏതൊരു പരിപാടി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് AR റഹ്മാന്റെ ഒരു സംഗീതം അല്ലെങ്കിൽ പാട്ട് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു സെക്കൻഡ് പാട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന് മനഃപൂർവ്വം റിജക്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം അത് ചിലപ്പോ എന്താണെന്നറിയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്ക് പോലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ തിരക്കായിരിക്കും. കാരണം അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു അദ്ദേഹത്തിന് വേൾഡ് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സ്റ്റേജ് അതന്നെ ഇപ്പൊ ഈ ഒരു സിനിമയുടെ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും വേറെ വർക്കായിട്ട് പോയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു സംഗീത സംവിധായകൻ ഒത്തിരി പാട്ടുകൾ എടുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോലെ മനസ്സിൽ നിൽക്കുന്നില്ല. ഒരു സിനിമ കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറന്നു. തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ശങ്കർ സാറിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ഇദ്ദേഹമുള്ള സംഗീതം അതെല്ലാം ഇന്നും മനസ്സിലുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അനിരുദ്ധ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീത സംവിധാനം ആണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ വന്നു പോകുന്നു, ഇന്നും മറന്നു പോകുന്നു. പക്ഷെ AR റഹ്മാനെ 50 അല്ല 100 അല്ല ഒരുപാട് വർഷം കഴിഞ്ഞാൽ നിലനിന്നുകൊണ്ടിരിക്കുക. അത് തന്നെ. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് ഭയങ്കര മോശമാണ്. അങ്ങനെ ഒരു കാര്യം കാണിച്ചിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ കൂടുതൽ പറയില്ല, പക്ഷെ അത് പ്രേക്ഷകരോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാരണം നമ്മളെപ്പോലുള്ളവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ 2, അല്ലേ? അന്ന് തിയേറ്ററിൽ എത്രമാത്രം ജനങ്ങൾ വരുന്നുള്ള അന്ന് കണ്ടറിയാം. അതുപോലത്തെ ജനമായിരിക്കും അന്ന് എത്തുന്നത്. ഈ ഒരു ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഒത്തിരി കമന്റ്സുകൾ, മോശമായ കമന്റ്സുകൾ അനിരുദ്ധിനെ കുറിച്ച് വരുന്നുണ്ട്. കാരണം ഓരോ പാട്ടുകളും കൂടിയാൽ 1 മാസം 2 മാസം, എന്നാൽ AR റഹ്മാന്റെ സോങ്ങുകൾ ഒരുപാട് വർഷങ്ങൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പക്ഷെ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല. കാരണം ഇത് എന്താണ് സത്യാവസ്ഥ, ആരും പ്രതികരിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആരും പ്രതികരിക്കുന്നില്ല. കാരണം ഇതാണ് സിനിമയുടെ ടൈം, ഇദ്ദേഹത്തെ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരു മനസ്സിൽ ആരും കാണിക്കുന്നില്ല. ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറെങ്കിലും ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഗുണകരമായിരുന്നു. തീർച്ചയായിട്ടും ശങ്കർ സാറിനെ നമിക്കുന്നു. കാരണം സാറിന്റെ ഓരോ സിനിമകൾ വ്യത്യസ്തതയാണ്. വേറെ ലെവലാണ്. അത് തന്നെ. ഇപ്പൊ തന്നെ ഇന്ത്യൻ 2-ല് എന്താണെന്ന് പോലും നമുക്കറിയില്ല. ആ എന്താ ട്രീസറിലോ ട്രെയിലറിലോ വരുന്ന സംഭവമൊന്നും അല്ല. പടം വരുമ്പോ നമ്മൾ മഹാസംവിധായകന്റെ സിനിമ വേറെ ഒരു കുറവ് എന്ന് തോന്നുന്നു റിമൂവ് ചെയ്തത് മാത്രമാണ്. തീർച്ചയായിട്ടും എന്റെ കാര്യം അറിയില്ല, പക്ഷെ അത് ഒരു വളരെ ഒരു നഷ്ടമാണ്. നമുക്ക് പ്രേക്ഷകർക്ക് വളരെ ഒരു നഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ശങ്കർ, AR റഹ്മാൻ, ഉലകനായകൻ കമലഹാസൻ മൂവരും ചേർന്നില്ലെങ്കിൽ ഒരു 1.5 സിനിമയാണ് എല്ലാം കൊണ്ടും. അതന്നെ, എല്ലാവരും ത്രില്ലായിട്ട് കാണാതിരിക്കുകയാണ് ഇന്ത്യൻ 2. എന്തായാലും നഷ്ടം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. AR റഹ്മാൻ സാറിനെ ജസ്റ്റ് മാറ്റിയത്. അതെന്താ കാരണം നമുക്കറിയില്ല, പക്ഷെ മാറ്റി നമുക്ക് സങ്കടമുണ്ട്. തിരക്ക് മൂലമാണോന്ന് പോലും അറിയില്ല.
പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും സിനിമ പമ്പൻ ഹിറ്റ് അടിക്കും 100%. പിന്നെ തീർച്ചയായിട്ടും. ഇത്രയും ദിവസം നമ്മൾ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി കമന്റ്സുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒത്തിരി കമന്റ്സുകൾ, നല്ല നല്ല കമന്റ്സ്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ആണ്, കട്ട സപ്പോർട്ടിംഗ് ആണ് കൂടുതൽ കമന്റ്സുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പ്രേക്ഷകരുടെ നേരിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സുകൾ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അനിരുദ്ധാണോ AR റഹ്മാനാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക.